ക്ലാസ് തുടങ്ങിയോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. 12 വരെ വേറൊരു ക്ലാസ്സിലായിരുന്നു, അതുകൊണ്ടാണ് ഒരു 2 minutes വൈകി വന്നത്. Okay, thank you so much. Okay, we can start. Who is going to do prayer? Prayer ആരാ? മാം ഞാനാണ്. എനിക്ക് പനിയാണ്, സൗണ്ട്. രണ്ടുപേര് റെഡി ആയോ? ജോൺ ടി വിൽസൺ എന്ന് കാണുന്ന പ്രൊഫൈല്. രണ്ടുപേരുടെ ഓഡിയോ ആണ്, അതുകൊണ്ട് ചോദിച്ചാണേ. സൻഫിദയുടെ ഓഡിയോ ആരാ അപ്പൊ റെഡി? സഫീദയാണോ? ചെയ്തു. ഹലോ. ഹലോ. ആ, 3 പേർക്ക് എന്തൊക്കെയോ ഷെയർ ചെയ്യണ്ടല്ലോ. ഓക്കെ, ജോൺ ടി വിൽസൺ എന്ന് കാണുന്ന പ്രൊഫൈലിൽ പേരെന്താ? ജോഫി. 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 ആ, ജോഫി എന്താ പറയാമെന്ന്? അല്ല, ഞാനായിരുന്നു പ്രേയർ എന്ന് പറഞ്ഞതേ. ആണോ? ഓക്കെ, ഒരു മിനിറ്റ്. ജോഫി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഞാനൊന്ന് സംഗീത സംഗീത തന്നെയല്ലേ പേര്? ഓക്കെ. എന്താ ഷെയർ ചെയ്യുന്നത്? എന്തെങ്കിലും പറയാൻ വന്നതാണോ? ഇല്ല, ഞാൻ അറിയാതെ സ്പീക്കർ ഓൺ ആക്കിയിട്ടതാ. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്യാം. വേറെ മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ജോഫി പ്രെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. സഫീദ, അപ്പൊ സഫീദക്കല്ലേ പനി? അല്ല മാം, എനിക്കാണ് സൗണ്ട് പറ്റാത്തത്. ഓക്കെ, അപ്പൊ ആരാ? അപ്പൊ ജോഫി റെഡി ആണോ പ്രെയർ? കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളൂ. കുഴപ്പമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രെയർ പറയാൻ റെഡി ആണെന്നാണോ? റെഡിയാണ് മാം. റെഡിയാണ്. അപ്പൊ സഫീദ, നെക്സ്റ്റ് ഡേ ഇറ്റ്സ് യുവർ ടേൺ. ഓക്കെ. Okay, ma'am. Please. Dear God, thank you for this time. Together, we ask for your guidance and wisdom as we learn. May we be attentive and receptive to the knowledge being shared. We pray this in your name. Amen. ഓക്കെ, ഇനി എന്താ? ഇനി എന്തൊക്കെയാ ആർക്കൊക്കെയാ ഷെയർ ചെയ്യാനുള്ളേ? പറഞ്ഞു. തോട്ട് ഓഫ് ദി ഡേ ഉണ്ടെന്ന്. പ്ലീസ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെറിയൊരു സ്റ്റോറി പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ ഓസ്ട്രേലിയയിൽ ഒരു മാരത്തോൺ മത്സരം നടന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ട മത്സരം ഒന്നായി ഇതിനെ കരുതപ്പെടുന്നുണ്ട്. ഒരിക്കൽ ഈ മത്സരത്തിൽ ക്ലിഫ് എന്ന് പറയുന്ന ഒരു 61 വയസ്സുള്ള ഒരു വ്യക്തി പങ്കെടുക്കാനിടയായി. എന്നാൽ ഇതിന്റെ സംഘാടകർ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കാരണം ആ മത്സരത്തിന് നിബന്ധനകളായിരുന്നു. നിബന്ധനകൾ എന്തെന്ന് വെച്ചാൽ 875 കിലോമീറ്റർ ആണ് ഈ മത്സരത്തിൽ നമ്മൾ ഓടി തീർക്കേണ്ടത്. ഇതിന് പരമാവധി 7 ദിവസം മാത്രമേ ഓടാനാകൂ. കൂടാതെ ഒരു ദിവസം 18 മണിക്കൂർ ഓടാം, എന്നാൽ രാത്രിയിൽ 6 മണിക്കൂർ വിശ്രമിക്കാം എന്നെല്ലാമായിരുന്നു ഇതിന്റെ നിബന്ധനകൾ. പക്ഷേ അദ്ദേഹം ഈ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. ഇതിലെ പല നിബന്ധനകളും അദ്ദേഹത്തിന് വ്യക്തിപരമായി അറിയില്ലായിരുന്നു. അങ്ങനെ പ്രഗത്ഭരായ 150 ഓട്ടക്കാരുടെ കൂടെ അദ്ദേഹം മത്സരം ആരംഭിച്ചു. ആദ്യമൊക്കെ വളരെ പതുക്കെയാണ് അദ്ദേഹം ഓടിയിരുന്നത്. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരെക്കാളും അദ്ദേഹം വളരെ മുൻപിലായി എന്ന് പറയാൻ സാധിക്കും. എന്തിനു പറയാം, ആ മത്സരം അവസാനിക്കുന്ന ആ ഒരു സമയമായപ്പോൾ ആ മത്സരത്തിന് വിജയി ആ 61കാരനായ ക്ലിഫ് ആയിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പങ്കെടുത്തു. അങ്ങനെ ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനിടയായി തീർന്നു. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്:
ഇതിൽ 6 മണിക്കൂർ വിശ്രമിക്കാം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു രാത്രി സമയങ്ങളിലും ഞാൻ ഓടിക്കൊണ്ടേയിരുന്നു. മാത്രമല്ല ഇതിന്റെ സമ്മാന തുകയായ $10,000 പറ്റിയും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്: മത്സരത്തിൽ ജയിച്ചതിന് ശേഷം തന്നോടൊപ്പം ഓടി മത്സരിച്ച മറ്റ് വ്യക്തികൾക്ക് ഈ ഈ പൈസ ഷെയർ ചെയ്തതെന്ന് അദ്ദേഹം അവിടെ പറയാനിടയാക്കുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ, എനിക്ക് ഈ കഥയിൽ നിന്ന് പറയാനുള്ള ഒരു എന്താ പറയുക ഗുണപാഠം എന്ന് പറഞ്ഞാൽ, സ്വന്തം മനസ്സിനെ രൂപപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കൃത്യമായ ലക്ഷ്യത്തോടെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും. തീർത്തും അസാധ്യമെന്ന് കണ്ടാൽ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്മാറുന്നത് തെറ്റില്ല. പക്ഷേ ഒരു തവണയെങ്കിലും ആത്മാർത്ഥമായി പരിശ്രമിച്ചതിന് ശേഷം മാത്രമേ നാം പിന്തിരിയാവൂ. താങ്ക് യു. Very nice story. Nice thought also. തോട്ട് പ്രൊവോക്കിംഗ് സ്റ്റോറീസ് ഒക്കെ നമുക്ക് നിറയുണ്ടല്ലേ. അത് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് എല്ലാരും വന്ന് അതൊക്കെ നോക്കി വെക്കും. അത് ചിലപ്പോൾ ചെറിയ സ്റ്റോറി ആയിരിക്കും, അത് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു സൂര്യ ആൻഡ് താങ്ക് യു ജോഫി. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? മാഡം സൈനിൽ നിന്ന് സുജിഷയാണ് ഞാൻ. സുജിഷ. എൻ്റെ പേര് സുജിഷ. ഞാൻ ഇന്നൊരു സിനിമ പാട്ടാണ് പാടുന്നത്. എല്ലാവരും നമ്മൾ ഇതിലുള്ളവരെല്ലാവരും അമ്മമാരല്ലേ, അപ്പൊ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ പാട്ട്. മനസ്സിൻ മടിയിലെ മാൻതളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളിൽ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ ഇരുളുമേഴും വഴിയിൽ നീ തനിയെ പോകുമ്പോൾ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മായുവാൻ അങ്ങകലെ നിന്നു മിന്നും നീ പുണന്നൊരു താരകം. മനസ്സിൻ മടിയിലെ മാൻതളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളിൽ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. താങ്ക് യു മാഡം. സുജിഷയാണോ സുബിഷയാണോ? സുജിഷ. സുജിഷ. എന്റെ പ്രൊഫൈലിൽ ബിനുകുമാർ എന്നാണ്, അതെന്റെ ഹസ്ബൻഡിന്റെ പേരാണ്. ഓക്കെ. സുജിഷ, കുക്കറാണോ ചീറ്റിക്കൊണ്ടിരുന്നത്? കുക്കർ അരിയെടുപ്പത്തിട്ടേക്കോ? കുക്കറിന്റെ വിസിലിന്റെ ഒരു താളം ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു സംശയം. ആ പാട്ടിന്റെ ഒപ്പം അതങ്ങ് മേർജ് ആവുമായിരുന്നു. അത് രസമുണ്ടായിരുന്നു. ഓക്കെ, ഈ പാട്ട് വളരെ രസമുള്ള പാട്ടാണ്. മൂവി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതില് അമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കുഞ്ഞിന്റെ ഒരു ദുഃഖം നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റും. ബട്ട് അയാൾക്കത് വേറൊരാളില് ആ ഒരു അമ്മയുടെ ഒരു സ്നേഹം, ആ ഒരു പാട്ടിന്റെ ടോൺ ഉള്ള ഒരു വ്യക്തിയിൽ തോന്നുന്നതും ഒക്കെയാണ് ആ സിനിമയിൽ കാണുന്നത്. ഓക്കെ, നമ്മുടെ മക്കളൊക്കെ ഇപ്പൊ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് അല്ലെ? എല്ലാവരുടെയും കൊച്ചുകുട്ടികളുടെ ചില സ്കൂളുകളിൽ നിന്നാണ് KG സെഷൻ ഒക്കെ തുടങ്ങുന്നത്. ഇന്ന് കുറെ കുട്ടികൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയിട്ടുള്ളവരുണ്ടാവുമായിരിക്കും. ഓക്കെ, ഫൈൻ. ഓക്കെ, വെരി ഗുഡ്. നല്ല രസമുണ്ടായിരുന്നു പാട്ടും കഥയും പ്രേയറും. ഓക്കെ, നമ്മൾ എവിടെ വരെയായി? കുറെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് വെക്കാം. നോ പ്രോബ്ലം. ഇപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകും. നമ്മൾ എവിടെയായി? എന്താ ചെയ്തോണ്ടിരുന്നേ? ഫിസിക്കൽ ഫിറ്റ്നസ് കഴിഞ്ഞു മാഡം. വെൽനസ് തുടങ്ങണം എന്ന് പറഞ്ഞു. വെൽനെസിന്റെ പല ആസ്പെക്ട്സ് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ കയ്യിൽ കുറച്ചാണുള്ളത്, ബട്ട് അത് കൂടുതൽ നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. വെൽനസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. വെൽനസ് അതിന്റെ ഡെഫിനിഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ് അത് പറഞ്ഞു തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, ആ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ അവിടെ ഫിസിക്കൽ വെൽനസ് എന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത് വെൽനസ് എന്നുള്ളത് ഫിറ്റ്നസ് ആക്കാൻ ഞാൻ പറഞ്ഞിരുന്നു, കറക്റ്റ് ചെയ്തിരുന്നോ? ഓക്കെ, സോ ടെസ്റ്റിലാണോ? ആ ടെക്സ്റ്റിൽ, നിങ്ങളുടെ ടെക്സ്റ്റിൽ എനിക്ക് പേജ് നമ്പർ അറിയില്ല. നിങ്ങളുടെ ടെക്സ്റ്റിന് എന്താ മറ്റേ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ അടുത്ത് വെൽനസ് ആവണോ? അല്ലല്ല, ഫിസിക്കൽ ഫിറ്റ്നസ് എന്നൊരു ഹെഡിങ് ഉണ്ടോ? ആ, ഇത് അതിന്റെ താഴെ ഫിസിക്കൽ വെൽനസ് എന്നും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വെൽനസ് മാറ്റി ഫിറ്റ്നസ് ആക്കണം. ഫിസിക്കൽ വെൽനസ് എന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ആക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് WHO മാഡം അസൈൻമെന്റിന്റെ ഒരു ഡെമോ ഇതാന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ അസൈൻമെന്റ് ആയതുകൊണ്ട് ഒരു അസൈൻമെന്റ് ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ വീഡിയോ അയച്ചു തരുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ തരും, എങ്ങനെ അസൈൻമെന്റ് പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് വെച്ചിട്ട് ആ വീഡിയോ തരും. യൂണിറ്റ് തീരുമ്പോ അസൈൻമെന്റ് തരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. തീരുമല്ലോ, അതായിരിക്കും നല്ലത്. അല്ല മാം, അല്ലാതെ ഒരു അസൈൻമെന്റ് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞിരുന്നു, ഒരു പിക്ചേഴ്സ് കളക്ട് ചെയ്യുന്നായിരുന്നില്ലേ? അത് പക്ഷെ മുക്കി ചെയ്യണ്ടേ? എന്തോ? അത് മുക്കി ചെയ്യണ്ടേ അന്നേരം? ചെയ്യണം. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഇമേജ് എടുത്തിട്ട് സബ്മിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതിന് പറഞ്ഞു അതെപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്? അത് ഞാൻ ക്ലാസ് റൂമിലേക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ കൊടുക്കും. അപ്പൊ ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്ലാസ് റൂം, നിങ്ങൾക്ക് ഒരു ചാനൽ ഉണ്ടല്ലോ, അതിൽ ആ ക്വസ്റ്റ്യൻ വരും. ക്വസ്റ്റ്യൻ വരുമ്പോ ആദ്യമായിട്ടുള്ള അസൈൻമെന്റ് അല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയില്ലല്ലോ എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഡെമോ വീഡിയോയും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും അതിന്റെ കൂടെ. അന്നേരം ചെയ്താൽ മതി അല്ലേ? അപ്പൊ ചെയ്താൽ മതി. ആ വീഡിയോ കണ്ട് മനസ്സിലാക്കണം എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത്, എന്നിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ. സോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തിനൊരു ഡെഫിനേഷൻ കൊടുത്തത് ബാലൻസ് ഓഫ് മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഹെൽത്ത്. അതായത് ഒരു ഹെൽത്ത് ട്രയാങ്കിൾ ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ്, അതായത് മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, ഇത് 3ഉം കൂടെ ചേരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഹെൽത്ത് ഉണ്ടെന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്ത് നമുക്കറിയാം, മാനസികമായ ആരോഗ്യം. ഫിസിക്കൽ ഹെൽത്ത് നമുക്കറിയാം, നമ്മൾ നല്ല ഭക്ഷണം, ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് അത് കഴിക്കുമ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സോഷ്യൽ ബീയിങ് ആണ്, ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് അല്ലെ. സോ ആ സൊസൈറ്റിക്ക് പലതും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളുടേതായ പല കാര്യങ്ങളും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് വരും. അവിടെ സോഷ്യലി ആക്സെപ്റ്റബിൾ ബിഹേവിയർ നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. നമ്മൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തോന്നുന്നത് ചെയ്യുക എന്നുള്ളതല്ലോ. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന ഒരു ഫ്രീഡവും നമ്മൾ എടുക്കാൻ പാടില്ല. അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കണം. അപ്പോഴാണ് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആളുകളാകുന്നത്. സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും അല്ലേ നമ്മൾ ചെയ്യാറുള്ളൂ. എക്സാമ്പിൾ, മാരേജ് ഒരു സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതേസമയം 2 വ്യക്തികള് ലിവിങ് ടുഗദർ എല്ലാ സൊസൈറ്റിയിലും അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ വരുന്നതാണ് ഈ 3 കാര്യങ്ങൾ മെയിൻ ആയിട്ട് വരുന്നതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വെൽനെസ്സിലേക്ക് പോവുകയാണ്. ഓക്കെ, വെൽനെസ് നമ്മൾ വായിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. ശരിക്കും വെൽനെസ്സും ഹെൽത്തും കൂടെ പലപ്പോഴും ആളുകൾക്കൊരു 2ഉം ഒന്നാണോ അങ്ങനെയൊക്കെ ഒരു ഫീല് വരും. വെൽനെസ്സും ഹെൽത്തും സെയിം ആണോ? ബട്ട് വെൽനെസിന്റെ ഒരു ചിറകാണ് ഹെൽത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഫിസിക്കൽ വെൽനെസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതായത് നമ്മളുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് നമ്മളുടെ ശരീരം നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു, നമ്മൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് തടസ്സങ്ങളില്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇതൊക്കെയാണ് ഫിസിക്കൽ വെൽനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വെൽനെസിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ ഫിസിക്കലി കിട്ടുന്ന ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പോസിറ്റീവ് ഹെൽത്ത് ഓരോ ആളുകൾക്കും അവരുടെ മാനസികവും ശാരീരികവുമായ പല കാര്യങ്ങള് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് ഹെൽത്ത് ആണ് വെൽനസ് എന്നുള്ള കണ്ടീഷൻ.
ഞാൻ ഇതിന്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എപ്പോഴല്ല, ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഗ്രൂപ്പിലേക്ക് കിട്ടും. അതിൽ നമുക്ക് ഈ വെൽനസ് പറയുന്നത് ഈ ഒരു ചെറിയൊരു പാരഗ്രാഫ് അല്ലല്ലോ ഒതുങ്ങുന്ന കാര്യമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് പറഞ്ഞിട്ടായിരുന്നോ? ഇല്ലല്ലോ, പറഞ്ഞിരുന്നോ? മുന്നിലെ ബാച്ചിലായിരിക്കും. റീസെന്റ് അത് പറഞ്ഞ പോലെ ഒരു ഓർമ്മ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോ ചെറിയ കാര്യമല്ല, അത് കുറച്ചും കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിർത്തുക ചെയ്ത്. അടുത്ത ക്ലാസ്സിൽ പറയാ വെൽനസിനെ കുറിച്ചിട്ട്. വെൽനസ് ആക്ച്വലി ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമുക്കത് പല ഫേസസ് ഉണ്ട് വെൽനസിന്. അപ്പോ പലപ്പോഴും ഇപ്പൊ പറഞ്ഞ പോലെ ഹെൽത്ത് ആണോ വെൽനസ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അത് ഏതൊക്കെയാണെന്ന് പറയാം. പല ഡയമെൻഷൻസ് ഉണ്ട് വെൽനസിന്. ഇപ്പോഴും പലതിലും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫിസിക്കൽ വെൽനസ് വരുന്നത്. വെൽനസിന്റെ ഒരു ഇതിനകത്ത് നിങ്ങളുടെ നോട്ട്സിലില്ല, എക്സ്ട്രാ വേണമെന്ന് ഞാൻ പറഞ്ഞതിലെ കാര്യങ്ങൾ ഞാൻ പറയാണ്. ഫസ്റ്റ് വൺ വരുന്ന ഡയമെൻഷനാണ് ഫിസിക്കൽ വെൽനസ്. നമ്മളുടെ ശരീരത്തിന്റെ ഒരു ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾക്ക് ഉണ്ടാകുന്ന സ്ട്രെങ്ത് അല്ലെ. നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മൾ ഡെയിലി ചെയ്യുന്ന ടാസ്കുകൾ നമുക്ക് ക്ഷീണമില്ലാതെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം അല്ലെ. നമ്മുടെ ഡയറ്റ്, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്, പല ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ആ ജോലി നമുക്ക് കൃത്യമായി ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാം ഫിസിക്കൽ വെൽനസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ നമ്മളുടെ ബോഡിയുടെ ഫിസിക്കൽ സ്ട്രക്ചർ, നമ്മൾ പറയില്ലേ ചില ആളുകളെ കാണുമ്പോൾ അവരെന്തെങ്കിലും അസുഖം വന്നു കഴിയുമ്പോഴേക്കും ഇവരുടെ ബോഡി സ്ട്രക്ചർ മുഴുവൻ മാറും. ചിലപ്പോൾ വല്ലാണ്ട് മെലിഞ്ഞു പോകും. പറയൂ, കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഇരുന്ന ആളാണല്ലോ. അപ്പൊ അയാളുടെ ഫിസിക്കൽ വെൽനസിന് എന്തോ സംഭവിച്ചു അല്ലെ. ഒരു അസുഖം വന്നപ്പോൾ അയാൾക്കുണ്ടായ ഒരു മാറ്റം. നമ്മളെടുക്കുന്ന ഡയറ്റ്, നമ്മളുടെ എക്സസൈസ്, വെയിറ്റ് മാനേജ്മെന്റ് അല്ലെ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ ആ വെയിറ്റ് നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നതും നമ്മളുടെ ഈ ഫിസിക്കൽ വെൽനസിനെ ബാധിക്കും, നമ്മുടെ ശരീരത്തിന്റെ വെൽനസിനെ ബാധിക്കും. അതുപോലെ അപ്രോപ്രിയേറ്റ് ആയ സാധനങ്ങളുടെ ഇൻടേക്ക്, അതായത് ആൽക്കഹോൾ, ഡ്രഗ്സ്, പിന്നെ ടുബാക്കോ യൂസ്, സ്മോക്ക് ചെയ്യുക അല്ലെ, ഡ്രിങ്കിങ്, സ്മോക്കിംഗ്, അതെല്ലാം നമ്മുടെ ഫിസിക്കൽ വെൽനസിനെ നെഗറ്റീവായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അസുഖങ്ങൾ വരുമ്പോൾ പ്രിവെന്റ് ചെയ്യാനുള്ള നമ്മളുടെ ബോഡിയുടെ കഴിവ്, അതും നമ്മുടെ ഫിസിക്കൽ വെൽനസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ നമ്മുടെ ഫിസിക്കൽ വെൽനസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മൾ ഫിസിക്കൽ വെൽനസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നത്? നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഏജ് കൂടുന്തോറും ഫൈബർ റിച്ച് കണ്ടന്റ് ആയിട്ടുള്ളത് കഴിക്കണം. കുട്ടികൾക്കാവുമ്പോൾ കുറച്ചുകൂടെ അവർക്ക് ഫാറ്റ് വേണ്ട പ്രായമാണ്, അവർക്ക് ഷുഗർ, ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായിട്ട് അവർക്ക് കഴിക്കാൻ പറ്റുന്ന പ്രായമാണ്. അങ്ങനെ പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് അതെല്ലാം അവർക്ക് കിട്ടേണ്ട ഒരു പ്രായമാണ് അല്ലെ. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കുമ്പോഴാണ് അവരുടെ ഫിസിക്കൽ വെൽനസ് കറക്റ്റ് ആവുന്നത്. പിന്നെ ഒരു ഏജ് എത്തുമ്പോഴേക്കും അവരുടെ കളികൾ അല്ലെ, അവരുടെ പ്ലേ ആക്ടിവിറ്റികളിൽ അവർ ഏർപ്പെടും. നമ്മുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കൽ വെൽനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതിന്റെ പോസിറ്റീവ് ഇമ്പാക്ട് വരുന്നതാണ്. നെഗറ്റീവ് ഇമ്പാക്ട് വരുന്നതാണ് ഇതുപോലുള്ള സബ്സ്റ്റൻസ് യൂസ്, ഡ്രിങ്ക്സ്, ഡ്രഗ്സ്, ടുബാക്കോ യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇത് ഒബിസിറ്റി ഒക്കെ വരില്ലേ, അമിതവണ്ണം, ആവശ്യമില്ലാതെ അങ്ങനെ ജങ്ക് ഫുഡും അതൊക്കെ കഴിക്കുന്നത് നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ഫിസിക്കൽ വെൽനസ്. അപ്പൊ അതായിരുന്നു വെൽനസിന്റെ ഫസ്റ്റ് ഡയമെൻഷൻ, ഫിസിക്കൽ വെൽനസ്. ഓക്കെ, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവുമായിട്ട് റിലേറ്റഡ് ആണ് അത്. ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങളും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, ഇമോഷണൽ വെൽനസ്. ഓക്കെ, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പല രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ടാകാറുണ്ട് അല്ലെ. ദേഷ്യം വരും, സങ്കടം വരും, ചിലപ്പോൾ പൊട്ടിത്തെറിക്കും ചില ആളുകൾ അല്ലെ, ഷൗട്ട് ചെയ്യും ഭയങ്കരമായിട്ട്. ചിലർ ഭയങ്കരമായിട്ട് ആക്രമണശീലമുള്ളവരുണ്ടാവും, വയലന്റ് ആകുന്ന ആൾക്കാരുണ്ട്, കൺട്രോൾ കിട്ടാതെ വരുന്നു ചില സമയത്ത്. ഓക്കെ, ഇമോഷണൽ വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതും അറിയാം, നമുക്ക് നമ്മുടെ ലൈഫിൽ എന്നും നമുക്ക് സന്തോഷം മാത്രമല്ല ഉള്ളത്. ജീവിതത്തിൽ
ഉയർച്ച താഴ്ചകളുണ്ട്, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട് അല്ലെ. നമ്മുടെ ലൈഫിൽ പല രീതിയിലുള്ള അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. പലപ്പോഴും ഫെയിലിയർ സംഭവിക്കും, ലോസ് സംഭവിക്കും നമുക്ക് അല്ലെ. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നു, പേഴ്സ് കളഞ്ഞുപോയി, പേഴ്സിൽ കുറച്ച് കാശുണ്ടായിരുന്നു, നമ്മുടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര വിഷമായിരിക്കും അല്ലെ. നമുക്കത് തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പായി കഴിയുമ്പോഴേക്കും നമ്മുടെ വിഷമം കൂടുകയും ചെയ്യും. അപ്പൊ അതൊക്കെ അങ്ങനെ പല രീതിയിലുള്ള അപ്പ് ആൻഡ് ഡൗൺസ് നമ്മുടെ ലൈഫിൽ നടക്കും. പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ട് പോകുന്നു, പോയി എഴുതി, പക്ഷെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് അല്ല വന്നത്. ഭയങ്കര വിഷമായിരിക്കും. തിരുത്താൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കുന്നു. നമ്മുടെ ലൈഫിൽ നിന്ന് ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു, എന്നെ തിരിച്ചു കിട്ടില്ല. അപ്പൊ അതും നമുക്ക് വല്ലാത്ത വിഷമമുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള അപ്പ് ആൻഡ് ഡൗൺസ് സംഭവിക്കുന്ന രീതിയിലാണ് നമ്മുടെ ലൈഫ്. ആ വരുന്ന ഇമോഷണൽ ആ ഇമോഷൻസിനെ എല്ലാം നമുക്ക് ആ സ്ട്രെസ്സിനെ സക്സസ്ഫുള്ളി മാനേജ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രഷർ, അതുപോലെ തന്നെ സ്ട്രെസ്, അതിനെയെല്ലാം നമുക്ക് സക്സസ്ഫുള്ളി മാനേജ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി, അതാണ് ഇമോഷണൽ വെൽനെസ് എന്ന് പറയുന്നത്. ഇപ്പോ ഏതൊരു ടഫ് സർക്കംസ്റ്റാൻസസ് വന്നാലും ആ സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ, അഡാപ്റ്റ് ചെയ്ത് പോകാനുള്ള ഹ്യൂമന്റെ ഒരു കഴിവ്, ആ ഒരു കേപ്പബിലിറ്റി, കപ്പാസിറ്റിയാണ് ഇമോഷണൽ വെൽനെസ് എന്ന് പറയുന്നത്. നമ്മളുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യുക, അതുപോലെ തന്നെ സെൻസ് ഓഫ് സെൽഫ്, നമ്മളുടെ ആ ഒരു നമ്മളെ കുറിച്ച് തന്നെ ഒരു ബോധം, പിന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് അതേഴ്സ്, മറ്റുള്ളവരോടുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പിന്നെ സ്ട്രെസ്സുമായിട്ട് കോപ്പപ്പ് ചെയ്യും. സ്ട്രെസ് വരുമ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെയാണ് ഇമോഷണൽ വെൽനെസ് എന്ന് പറയുന്നത്. നമുക്ക് ഇച്ചിരി ടഫായിരിക്കും, കാരണം മുന്നിൽ ഒരാൾ വന്ന് നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ നമുക്ക് അയാളോട് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ബട്ട് വിഡ്രോ ചെയ്യേണ്ട സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് വിഡ്രോ ചെയ്യുക, തിരിച്ച് നമ്മളും അതുപോലെ ഷൗട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാളും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്ന് പതുക്കെ ഒന്ന് പിന്തിരിയാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതേഴ്സ്, ചിലപ്പോ കൊച്ചുകുട്ടികളിൽ ചിലപ്പോ ഇത് ചില കുട്ടികളിലും നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ഈ അഡാപ്റ്റേഷൻ എന്നുള്ളൊരു സംഭവമാണ്, ആ ഒരു സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളത്. അപ്പൊ ചെറുപ്രായം തുടങ്ങി അത് ചെയ്യുവാണെങ്കിൽ എത്ര വലുത് അഡൾട്ട് ആവുമ്പോഴും അത് ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ അഡാപ്റ്റേഷൻ. അതേസമയം ചെറുപ്പത്തിലെ അഡാപ്റ്റ് ചെയ്യാൻ, പൊരുത്തപ്പെടാൻ തയ്യാറാകാത്തവർക്ക് അഡൾട്ട് ആവുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പല രീതിയിലുള്ള സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെട്ടു പോകാൻ. പലപ്പോഴും ഈ റിലേഷൻഷിപ്പിലൊക്കെ ഇഷ്യൂ വരുന്നതിന്റെ ഒരു കാരണം അതാണ്. ആ ഒരു ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് വരും. അപ്പൊ അതാണ് ഇമോഷണൽ വെൽനെസ്. നമ്മുടെ ലൈഫിൽ വരുന്ന പ്രഷർ, അതിനെയെല്ലാം നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മളുടെ മൂഡ്, അതിന്റെ സ്റ്റെബിലിറ്റി, നമ്മളുടെ സെൻസ് ഓഫ് സെൽഫ്, നമ്മളെ കുറിച്ചുള്ള ഒരു അവബോധം, ഒരു അവയർനെസ്, പിന്നെ മറ്റുള്ളവരോടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പിന്നെ സർക്കംസ്റ്റാൻസസ് എന്താണെങ്കിലും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് പറ്റുന്നത്, ഇതാണ് ഇമോഷണൽ വെൽനെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സോഷ്യൽ വെൽനെസ്. സോഷ്യൽ വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ആളുകളുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ സോഷ്യൽ ഇന്ററാക്ഷൻ, അവരുമായിട്ട് ഉള്ള ഇന്ററാക്ഷൻ. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മുടെ വീടിന്റെ അടുത്തൊരു പുതിയ ഫാമിലി താമസിക്കാനായിട്ട് വന്നു. നമ്മൾ ഭയങ്കര ഹാപ്പിയായി, ഒരു കൂട്ടായല്ലോ, തൊട്ടടുത്ത് അയൽപക്കമായല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കര വെൽക്കമിങ് സ്മൈലുമായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ വാതില് കൊട്ടിയടയ്ക്കുന്നു, നമ്മളോട് മിണ്ടാതിരിക്കുന്നു. നമ്മൾ ചിരിച്ചാലും അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു റിയാക്ഷനും ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്കൊരു വിഷമം വരും അല്ലെ. അപ്പൊ ചില ആളുകൾ അങ്ങനെയാണ്, അവര് സോഷ്യലി ഇന്ററാക്ട് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ചിലർക്ക് ചില അസുഖങ്ങൾ കാരണം സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അത് ചില സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഒക്കെ വരും, സ്ക്രിസോഫീനിയ, അങ്ങനെയൊക്കെയുള്ള ചില സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് വരുന്നത് അവരുടെ ഒരു മെയിൻ പ്രശ്നം, അവർ സോഷ്യലൈസ് ചെയ്യില്ല, അവർക്ക് ആളുകളെ പേടിയ, വിശ്വാസമില്ലായ്മ, അങ്ങനെയൊക്കെയുണ്ട്. അപ്പൊ ഈ സോഷ്യൽ വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ മറ്റാളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, അതാണ് സോഷ്യൽ വെൽനെസ് എന്ന് പറയുന്നത്. നമ്മളൊരു സൊസൈറ്റിയുടെ ഭാഗമാണല്ലേ, നമ്മളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിലും നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുകയാണ്, ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുകയാണ്, ആ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ്. ആ ഒരു സൊസൈറ്റിയുടെ ഭാഗമാകുമ്പോഴേക്കും പല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും.
അതായത് ഇപ്പോ അഡോളസന്റ് യൂത്തിന്റെ ഒക്കെ ഒരു ഏരിയ അവർ പറയണം, അവർക്ക് ഫ്രീഡം ഉണ്ട് എന്ത് ചെയ്യാം. അത് ഡ്രസ്സിങ്ങിലാണെങ്കിലും ശരി, എന്ത് കാര്യമാണെങ്കിലും ഭയങ്കര ഫ്രീഡം ആണെന്നും പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു മദർ നേച്ചർ നമ്മുടെ അടുത്ത് നിന്ന് നമ്മൾ കുറേ റിസോഴ്സസ് എടുക്കുന്നുണ്ട്. വാട്ടർ ആയിട്ടും ഫുഡ് ഐറ്റംസ് ആയിട്ടും നമ്മൾക്ക് കുറേ റിസോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ ഈ മദർ നേച്ചർ നമുക്ക് ഇങ്ങനെ പല റിസോഴ്സസ് നടത്തുമ്പോൾ ഈ യൂണിവേഴ്സിനോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ്, ഒരു റെസ്പോൺസിബിലിറ്റി, നമ്മളുടെ ചില ഡ്യൂട്ടീസ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും സോഷ്യൽ വെൽനെസ്സിൽ വരുന്നത്. നമ്മള് കോൺട്രിബ്യൂട്ട് ചെയ്യണം സൊസൈറ്റിയിലേക്ക്. ആ ഒരു സോഷ്യൽ കോൺട്രിബ്യൂഷൻ നടക്കണം. അത് ആ ഒരു സൊസൈറ്റി ഉണ്ടാകാനായിട്ട് നമ്മുടെ ചില കോൺട്രിബ്യൂഷൻസ് ആവശ്യമാണ്. പിന്നെ സോഷ്യൽ ആക്സെപ്റ്റൻസ്. ഒരു വ്യക്തിയെ ആക്സെപ്റ്റിംഗ് അതേഴ്സ് ആസ് ദെയർ, ഒരു വ്യക്തിയെ അയാളെ അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മുന്നിലൊരു മനുഷ്യൻ വരുന്നു, അയാൾക്ക് എന്താ പറയാ, അയാളുടെ ഒരു ഹാബിറ്റ് അയാളുടെ കൂടെ ഉണ്ട്. നമുക്കൊരു പക്ഷെ ആ ഹാബിറ്റ് അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ബി, ആക്സെപ്റ്റ് ദം ആസ് ദേ ആർ. അവരതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇച്ചിരി ടഫായിരിക്കും സോഷ്യൽ ആക്സെപ്റ്റൻസ്. പിന്നെ സോഷ്യൽ ആക്ച്വലൈസേഷൻ. സോഷ്യൽ ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ സൊസൈറ്റിയുമായിട്ട് കംഫർട്ട് ആയിരിക്കണം. ഒരു സൊസൈറ്റി ജീവിക്കുവാണല്ലോ, ഒരു കംഫർട്ട് ലെവൽ, ഒരു പോസിറ്റീവ് കംഫർട്ട് ലെവലിലായിരിക്കണം ആ സൊസൈറ്റി ആയിട്ട്. പിന്നെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. നമ്മളൊക്കെ ചില ഡ്യൂട്ടീസ്, കമ്മിറ്റ്മെന്റ്സ്, റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ട് സൊസൈറ്റിയിലൊക്കെ. അപ്പോൾ നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ അത് ചിലപ്പോ ഇപ്പൊ നമ്മൾക്ക് അവിടുത്തെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ നമ്മളുടേതായ എന്തെങ്കിലും ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അല്ലാണ്ട് സോഷ്യൽ കോൺട്രിബ്യൂഷൻ ഉദ്ദേശിക്കുന്നത് കാശ് കൊടുക്കുക എന്നുള്ളതല്ല കേട്ടോ. അപ്പൊ നമ്മൾക്ക് ആ സൊസൈറ്റിയിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ സൊസൈറ്റിക്ക് ഒരു പ്രോബ്ലം വന്നു, എല്ലാരും കൂടെ ചേർന്ന് വാട്ടർ സ്കേഴ്സിറ്റി ആണെന്ന് വിചാരിച്ചു. അപ്പോ അതിന്റെ അതോറിറ്റീസിനെ അറിയിക്കണം. കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷനെ അറിയിച്ച് അവിടെ വെള്ളത്തിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ആക്കി വരണം. അതെന്ന് പറഞ്ഞാൽ എല്ലാ സൊസൈറ്റി ജീവിക്കുന്ന എല്ലാരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അവിടുത്തെ ഖാന ക്ലീൻ ചെയ്യുന്നത്, അത് ആ സൊസൈറ്റിയിലുള്ള എല്ലാരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതില് എന്താണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് സ്റ്റെപ്സ് എടുക്കാൻ പറ്റും, എല്ലാരെയും കൂടെ കൂട്ടി യോജിപ്പിച്ച് അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളത്, അത് സോഷ്യൽ കോൺട്രിബ്യൂഷനിൽ വരും. ആ സൊസൈറ്റിയെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റുന്നത്, അതാണ് സോഷ്യൽ കോൺട്രിബ്യൂഷനിൽ വരുന്നത്. ഓക്കെ. പിന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഞാനൊരു വ്യക്തി മാത്രമല്ല, ആ ഒരു സൊസൈറ്റിയുടെ, ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്നുള്ള ആ ഒരു സോഷ്യൽ ഇന്റഗ്രേഷൻ, ആ ഒരു ഫീലിംഗ് ആണ്. അപ്പൊ ഇതാണ് സോഷ്യൽ വെൽനെസ്സിൽ വരുന്നത്. ഇതൊന്നുമില്ലാതെ, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ, പുറത്ത് ലോകവുമായിട്ടൊരു കണക്ഷനും ഇല്ലാതെ ജീവിച്ചു പോകുന്നവര്, അവിടെ എന്ത് നടക്കണമെന്ന് പോലും നമുക്കറിയില്ല. അവർക്കൊരു അസുഖം വരുമ്പോ പെട്ടെന്ന് അടുത്തുള്ളവരെയല്ലേ വിളിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതാണ് സോഷ്യൽ വെൽനെസ്സിൽ വരുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? 3 പറഞ്ഞു അല്ലെ. ഫിസിക്കൽ വെൽനെസ്, ഇമോഷണൽ വെൽനെസ്, സോഷ്യൽ വെൽനെസ്. ഫിസിക്കൽ വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു. അത് നമ്മളുടെ ഹെൽത്തിനെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതായിരിക്കണം. നെഗറ്റീവ് ഇമ്പാക്ട് ഉള്ളതൊക്കെ നമ്മൾ മാറ്റി നിർത്തണം. ഓക്കെ. നെക്സ്റ്റ് ഇമോഷണൽ വെൽനെസ്. നമുക്ക് നമ്മളുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു. ലൈഫിൽ ഉണ്ടാകുന്ന പ്രഷറിനെ, സ്ട്രെസ്സിനെ ഒക്കെ നമുക്ക് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നതാണ് ഇമോഷണൽ വെൽനെസ്. സോഷ്യൽ വെൽനെസ് നമ്മുടെ ഇന്ററാക്ഷൻ വിത്ത് അതേഴ്സ്, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഭാഗമാണ് ഞാൻ, ഐ ഹാവ് ടു ഡു മൈ ഡ്യൂട്ടീസ് ടു ദ സൊസൈറ്റി, ആ ഒരു ഫീൽ ഒക്കെ വരുന്നതാണ് സോഷ്യൽ വെൽനെസ്. നെക്സ്റ്റ് ഇന്റലക്ച്വൽ വെൽനെസ്. ഓക്കെ. നമ്മുടെ ഇന്റലിജൻസുമായിട്ട് റിലേറ്റഡ്, നമ്മുടെ ബുദ്ധിയുമായിട്ട് റിലേറ്റഡ് അല്ലെ. ഇപ്പൊ എനിക്കൊരു കാര്യത്തെ കുറിച്ച് നല്ല അവയർനെസ് ഉണ്ട്, പക്ഷെ അത് ഞാൻ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുക, ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നേ ഇല്ല. ദാറ്റ് മീൻസ് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല അല്ലെ. നമ്മളത് മാക്സിമം നമ്മൾക്കുള്ള അറിവ്, ആ നോളജ്, അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നതും കൂടിയാണ് ഇന്റലക്ച്വൽ വെൽനെസ് എന്ന് പറയുന്നത്. നമുക്കൊരു അറിവുണ്ട്, സ്കില്ലുണ്ട്, നമ്മളുടെ ആ ഒരു പൊട്ടൻഷ്യൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗം, അതിനെ യൂസ് ചെയ്യുന്നു, അത് ഷെയർ ചെയ്യുന്നു, അത് മറ്റുള്ളവരുമായിട്ട്. വിത്ത് അതേഴ്സ് വി ആർ ഷെയറിങ് അവർ സ്കിൽസ് ആൻഡ് നോളജ്. അതാണ് അങ്ങനെ ഒരു വ്യക്തിക്ക് കഴിയണം. അതാണ് ഇന്റലക്ച്വൽ വെൽനെസ് എന്ന് പറയുന്നത്.
പിന്നെ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആ ഒരു ഇന്റലക്ച്വൽ ലെവൽ ഉള്ളത് കൊണ്ടാണല്ലോ. ആ ഒരു പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, അതെല്ലാം ഇന്റലക്ച്വൽ വെൽനെസ്സിൽ വരുന്നു. പിന്നെ അവൈലബിൾ ഇൻഫർമേഷൻസിനെ നമ്മൾ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് നമുക്ക് കുറെ വിവരങ്ങൾ കിട്ടുന്നു. അതിനെ നമ്മൾ അറിവാക്കുന്നത് എങ്ങനെയാണ്? അത് പഠിച്ച് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പെരിമെന്റിലൂടെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്താണ് നമ്മൾ അതിനെ അറിവാക്കി മാറ്റുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന രീതിയും അങ്ങനെയായിരിക്കണം അല്ലെ. അവരൊരു പ്രായം വരുമ്പോ ഭയങ്കര ഡൗട്ട്സ് അല്ലേ പല കാര്യങ്ങളെ കുറിച്ചും. അവരിങ്ങനെ വൈ, ഹൗ, വാട്ട് എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ കുറെ വൈ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും അല്ലെ. അത് അവർക്കത് മനസ്സിലായി അവർക്കത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അവർക്ക് അപ്പൊ തന്നെ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കിട്ടണം അല്ലെ. ആ ഒരു രീതിയിൽ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടാവും. അത് അവരുടെ ഇന്റലക്ച്വൽ വെൽനെസ് ആണ്. ആ കിട്ടുന്ന ഇൻഫർമേഷൻസിനെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി വിശദമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതൊരു അറിവായിട്ട് പിന്നെ അത് പോവില്ല, അവരുടെ ഉള്ളിൽ അവർ സൂക്ഷിക്കുന്നു. അത് മറ്റുള്ളവരിലേക്ക് കൂടെ കൊടുക്കുന്നതാണ്. അതൊരു ഗിഫ്റ്റ് ആണല്ലേ. അത് മറ്റുള്ളവരിലേക്ക് കൂടെ കൊടുക്കുന്നതാണ്, ഷെയർ ചെയ്യുന്നതാണ്. ആ സ്കില്ലും നോളജും ഷെയർ ചെയ്യുന്നതാണ്, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കുന്നതാണ് ശരിക്കും ഇന്റലക്ച്വൽ വെൽനെസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്പിരിച്വൽ വെൽനെസ്. നമുക്കറിയാം നമ്മളിവിടെ കുറെ പേരുണ്ട്, 57 പേരുണ്ട്. നമുക്ക് പലരും നമ്മളുടെ ബിലീഫ് പലതാണ്, നമ്മുടെ ട്രഡീഷൻസ് പലതാണ് അല്ലെ. റിലീജിയസ് ബിലീഫും നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പലതാണ്. ബട്ട് ഈവൻ ദോ പലതാണെങ്കിലും എല്ലാത്തിന്റെയും ഒരു ഫോക്കസ് ചെയ്യുന്നത് ലവ്, ഹാർമണി, പീസ് അല്ലെ, സന്തോഷം, സമാധാനം, സ്നേഹം, സാഹോദര്യം, ബ്രദർഹുഡ് ഒക്കെയാണ് എല്ലാവരും എല്ലാ മതങ്ങളും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലരും അതിനെ വളച്ചൊടിക്കും, നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കണ്ട. അപ്പൊ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങൾക്കാണ്. അപ്പൊ നമ്മുടെ സ്പിരിച്വൽ വെൽനെസ് അതാണ്. ചിലര് വിശ്വസിക്കും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ദൈവമാണെന്ന് വിശ്വസിക്കും. ചിലർക്ക് പക്ഷെ അങ്ങനെ ഭയങ്കര ചിലർ സയന്റിഫിക് ആയിട്ട് അതിനെ ചിന്തിക്കും. ഏതോ ഒരു ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സ് ആണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് രാവിലെ സൂര്യൻ ഉദിക്കുന്നതും വൈകുന്നേരം അസ്തമിക്കുന്നതും പകല് വെളിച്ചമുള്ളതും രാത്രി ഇരുട്ടാവുന്നതും നമുക്ക് വെള്ളം കിട്ടുന്നതും നമുക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്നതും നമ്മുടെ ബോഡിയിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഓർഗൺ എല്ലാം പ്രോപ്പർ സ്ഥാനത്തിരിക്കുന്നത്, നമ്മൾ നമുക്ക് കാഴ്ചയുള്ളത്, നമ്മൾ സംസാരിക്കുന്നത്, ഇതെല്ലാം ഏതോ ഒരു ഫോഴ്സിന്റെ കൺട്രോളിലാണ് എന്ന്, അങ്ങനെ ഒരു ഫോഴ്സ് ഉള്ളത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നതാണ് ചില കാറ്റഗറിയിൽ. ചിലർ അതൊക്കെ സ്പിരിച്വലി ഗോഡ് ഈസ് കൺട്രോളിങ് മീ, ദൈവത്തിന്റെ ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ എണീറ്റ്, അങ്ങനെ വിശ്വസിക്കുന്ന കാറ്റഗറി ഉണ്ട്. വട്ട് എവർ ഇത് രണ്ടുപേരും ചിന്തിക്കുന്നത് ഒന്ന് തന്നെയാണ് അല്ലെ. ഒരാളതൊരു ഫോഴ്സ് ആണെന്ന് വിചാരിക്കുമ്പോൾ, ഒരു എനർജി സോഴ്സ് ആണെന്ന് വിചാരിക്കുമ്പോൾ മറ്റൊരാളും ഒരു എനർജി സോഴ്സ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് സ്പിരിച്വൽ വെൽനെസ് എന്ന് പറയുന്നത്. ആ ഒരു ഇത് നമ്മൾ ആ ഒരു ലൈഫിനെ നമുക്ക് അത് അങ്ങനെ യൂണിവേഴ്സിൽ എന്തോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നൊരു ഫീൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്നത്. സംബഡി ഈസ് വാച്ചിങ് അസ്. അതുകൊണ്ടാണ് നമ്മൾ തെറ്റായ വഴിയിലേക്കൊന്നും പോവാതെ ആ ഒരു രീതിയിൽ പോകുന്നത് അല്ലെ. സംബഡി ഈസ് വാച്ചിങ്, സംബഡി ഈസ് കൺട്രോളിങ്. സോ ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്താൽ അത് ഞാൻ അറിയും, നമ്മുടെ മനസാക്ഷി തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഞാൻ അറിയുള്ളൂ. എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഒരു റിലേറ്റീവ് സുഖമില്ലാതായപ്പോ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ മക്കളെയൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് നോക്കിയിരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ സുഖമില്ലാതായപ്പോഴേക്കും ഞാനും ചേച്ചി ആളെ കാണാനായിട്ട് പോയി. കാണാൻ പോയപ്പോ അവർക്ക് മെഡിസിൻ ഒക്കെ വാങ്ങണം, അപ്പൊ ക്യാഷ് ആണല്ലോ അത്യാവശ്യം. അപ്പൊ ചേച്ചി ഒരു എമൗണ്ട് കൊടുത്തു, മീൻസ് ഞാനും കൊടുത്തു, അതുപോലെ തന്നെ 5,000 കൊടുത്തു. പക്ഷെ അവര് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞത് 3,000 തന്നുള്ളൂ എന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പൊ എന്റെ ചേച്ചിക്ക് അത് കേട്ടപ്പോ ഭയങ്കര വിഷമായി. ചേച്ചി പറയാം, ആൾക്കാർ എന്ത് വിചാരിക്കും, ഇതാണ് ചേച്ചി ചിന്തിച്ചത്. ഞാൻ ചോദിച്ചു, അങ്ങനെ എന്തിനാ ചിന്തിക്കുന്നത്? നമ്മള് 5,000 കൊടുത്തു എന്നുള്ളത് നമ്മൾക്കും അറിയാം, കിട്ടിയ ആൾക്കും അറിയാലോ. പിന്നെ സംബഡി ഈസ് ദർ വാച്ചിങ്, ആൾക്കും അറിയാം. പിന്നെ നമ്മൾ മറ്റുള്ളവർ എന്ത് ചെയ്താൽ കൊടുക്കുന്നത്. എന്നാൽ ആൾക്കാര് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? ഞാൻ പറഞ്ഞ് വാങ്ങിയ ആൾക്കറിയാം, ആളാണല്ലോ മാറ്റി പറഞ്ഞത്. അപ്പൊ അയാളുടെ മനസാക്ഷിക്ക് അറിയാം തന്നത് ഇത്രയാണ്, ഞാൻ ഇങ്ങനെയാ പറഞ്ഞെന്നുള്ളത് ആൾക്കറിയാം. അപ്പൊ അതാണ് നമ്മളുടെ ആ ഒരു സ്പിരിച്വൽ വെൽനെസ്. അതാണ് നമ്മൾക്ക് ആ ഒരു അത് നമ്മള് ഇപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നവരതിനെ ദൈവഭയം എന്നൊക്കെ പറയും അല്ലെ. മറ്റേത് മനസാക്ഷിയുടെ കോടതി. രണ്ടും എഫക്ട് സെയിം തന്നെയാ ഉദ്ദേശിച്ചത്. ഒരു ഫോഴ്സ് ആണ് രണ്ടും അല്ലെ, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അതും.
ഓക്കെ, അതാണ് സ്പിരിച്വൽ വെൽനെസ് വരുന്നത്. ഒരു എക്സിസ്റ്റൻസ്, നമ്മുടെ യൂണിവേഴ്സിന്റെ എക്സിസ്റ്റൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടെന്നുള്ള അക്സെപ്റ്റൻസ്, അതാണ് സ്പിരിച്വൽ വെൽനെസ്. ആൻഡ് നമുക്കറിയാം ഇത് പലരും ഫോളോ ചെയ്യുന്നത് പല റിലീജിയസ് ബിലീഫും ട്രഡീഷൻസുമാണ്. നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവരിലെ മോറൽ വാല്യൂസ് വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിയായ രീതിയിൽ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിൽ മോറൽ വാല്യൂസ് വരും. മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതലുണ്ടാകാനും കരുണ കാണിക്കാനും എല്ലാം അവരിൽ അത് വരുന്നതിന് കാരണം അതാണ്. ചെറുപ്പം തുടങ്ങി അവരെ ശീലിച്ചു വന്ന എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്യണം, എല്ലാം ഒന്ന് തന്നെയാണ് പറയുന്നത് എന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിലെ മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്തു വരുവാണ്. സോ സ്പിരിച്വൽ വെൽനെസ് അതുമായിട്ട് റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് ഒക്കുപേഷണൽ വെൽനെസ്, ജോലി അല്ലെ, നമ്മുടെ ഒക്കുപേഷൻ, അത് വെൽനെസിന്റെ ഒരു ഡയമെൻഷനാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ജോലിയല്ല അല്ലെ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ജോലി, നമ്മുടെ ചോയ്സ് ഓഫ് നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ പാഷൻ, ആ ജോബ് സാറ്റിസ്ഫാക്ഷൻ, എന്തെങ്കിലും കിട്ടി ഒട്ടും സാറ്റിസ്ഫൈഡ് ആയി അല്ലാതെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒക്കുപേഷണൽ വെൽനെസ് ഭയങ്കര ലോ ആയിരിക്കും. അതേസമയം നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, സാലറി ഇച്ചിരി കുറവാണെങ്കിലും നമ്മൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്, സന്തോഷം, ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ജോബ്. കഴിഞ്ഞ ദിവസം ഒരു ബാച്ചിലൊരു കുട്ടിട്ടോ 4th ബാച്ച് വൈവ ചെയ്തപ്പം അതിന്റെ ബാംഗ്ലൂരാ, അതിന്റെ മോള് മോള് KG-യിലാണെ, മോള് പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഇത് ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. ഇത് ടീച്ചിങ് പ്രാക്ടീസിന് അവിടെ ട്രൈ ചെയ്ത സമയത്ത് അവിടുത്തെ ഏതൊരു ടീച്ചർ റിസൈൻ ചെയ്ത് പോയ ടൈമായിരുന്നു. അപ്പൊ കോഴ്സ് പോലും കംപ്ലീറ്റ് ആയിട്ടില്ല, കോഴ്സ് പകുതി ആയിട്ടില്ല കേട്ടോ. അപ്പൊ ഈ ഒരു മെത്തേഡാണ് പഠിക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴേക്കും അവര് ചോദിച്ചു, ടീച്ചിങ് പ്രാക്ടീസ് ആവാതെ ഇവിടെ ജോയിൻ ആവാമോ എന്ന് ചോദിച്ചു. അപ്പൊ അതിന് സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലൊന്നും ചിന്തിച്ചില്ല, മോള് പഠിക്കുന്ന സ്കൂളാണല്ലോ, അപ്പൊ മോള് പോണ സമയത്ത് മോളെയും കൊണ്ട് പോകാം അല്ലെ. അപ്പൊ മോൾക്ക് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ, പക്ഷെ ഈ കുട്ടിക്ക് വൈകിട്ട് വരെ ഇരിക്കണം. അപ്പൊ കുഴപ്പമില്ല, മോളെയും കൊണ്ട് സ്കൂളിൽ ഇരുന്നാൽ മതിയല്ലോ, മോളുടെ കാര്യവും നോക്കാം. അപ്പൊ പ്രയോറിറ്റൈസ് ചെയ്തത് അതാണ്. അത് നോക്കിയപ്പോ ആൾക്ക് ആ ജോബ് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ബാംഗ്ലൂരാണ്, നല്ല സാലറിയും കിട്ടുമല്ലോ. സ്റ്റാർട്ടിങ്ങിൽ 18,000, 18. അതൊരു KG-യില് വലിയ കുഴപ്പമില്ലാത്ത സാലറി ആയിട്ട് തോന്നുന്നു. പിന്നെ വീട്ടിന്റെ തൊട്ടടുത്താണ്, നടന്ന് 5 മിനിറ്റ് പോലും ഇല്ല നടക്കാൻ. പക്ഷെ ഈസ് വെരി സാറ്റിസ്ഫൈഡ്. ഏറ്റവും കൂടുതൽ കൺസേൺ കുട്ടിയുടെ കാര്യത്തിലായിരുന്നു. ആ കാര്യത്തിൽ പ്രോബ്ലം ഇല്ല, അധികം യാത്രയില്ല, യാത്രാ ചെലവ് ഒന്നുമില്ല, വീടിന് തൊട്ടടുത്ത്. പിന്നെ സാലറിയും വലിയ കുഴപ്പമില്ല, വേറെ യാത്രാ ചെലവുകളില്ലല്ലോ. ഈ 18,000-ലെ 15,000 കയ്യിൽ കിട്ടും, ബാക്കി PF ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട്, എന്നാലും കുഴപ്പമില്ല, 15,000 കയ്യിൽ കിട്ടില്ലേ, കുഞ്ഞിന്റെ കാര്യം നോക്കാം. അപ്പൊ ആ ഒരു സാറ്റിസ്ഫൈഡ് ആയി എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മളുടെ ഒരു പേഴ്സണൽ പെർഫോമൻസിൽ എന്ത് ജോലിയാണെങ്കിലും നമുക്കതിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമാണ്. ആസ് എ ടീച്ചർ ഐ എം ഡൂയിങ് മൈ ജോബ് ബെറ്റർ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഫീലിംഗ്, എവരിബഡി ഈസ് അക്സെപ്റ്റിംഗ് മീ, ആൻഡ് നമുക്ക് അപ്രൈസലും കിട്ടുന്നു, വെൽ ഡൺ, അങ്ങനെയൊക്കെയുള്ള അപ്രൈസലും കിട്ടുമ്പോഴേക്കും അതിൽ അഹങ്കരിക്കാന്നുള്ളതല്ല, നമ്മൾ ഹാപ്പി ആയി അല്ലെ, സാറ്റിസ്ഫൈഡ് ആയി. ആ ഒരു പിന്നെ ഓരോ ഇതിനനുസരിച്ച് ബോണസ് അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ സാലറിയിൽ ഇൻക്രിമെന്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ വി ആർ വെരി ഹാപ്പി. ഓക്കെ, ഇതെല്ലാം ഒക്കുപേഷണൽ വെൽനെസിന്റെ കമ്പണൻസ് ആണ്. അതേസമയം നമുക്ക് തൃപ്തിയില്ലാത്തൊരു ജോലിയിൽ സാലറിയും മര്യാദയ്ക്ക് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾക്ക് ഒട്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാതെ വരും. നമ്മുടെ ആ ഒരു വെൽനെസിന്റെ ആ ഒരു ഡയമെൻഷൻ അങ്ങനെ താന്നു പോകും. ഓക്കെ, നെക്സ്റ്റ് വൺ എൻവയോൺമെന്റൽ വെൽനെസ്. ഇതുവരെയും പറഞ്ഞതൊന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഫിസിക്കൽ വെൽനെസ്, ഇമോഷണൽ വെൽനെസ്, social wellness, intellectual wellness, spiritual wellness, occupational wellness. ഓക്കെ, നെക്സ്റ്റ് എൻവയോൺമെന്റൽ വെൽനെസ്. എൻവയോൺമെന്റൽ വെൽനെസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മള് കടന്നു പോകുന്ന എൻവയോൺമെന്റുകൾ ഏതൊക്കെയാ? നമുക്കിപ്പോ ഒരു ജോലി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കടന്നു പോകുന്ന എൻവയോൺമെന്റുകൾ ഏതൊക്കെയായിരിക്കും? ഹൗസ്, സ്കൂള്, സോഷ്യൽ ഏരിയ, പിന്നെ സ്പിരിച്വൽ ഏരിയകൾ ഉണ്ടാവും, മസ്ജിദ്,
പിന്നെ ടെമ്പിള് അതൊക്കെ പോലെ. അതെ, ഫ്രണ്ട്സ്, ഫ്രണ്ട്സ്, നമ്മളുടെ ടീച്ചേഴ്സ്. ടീച്ചേഴ്സ്. ഓക്കെ, നമ്മളുടെ വീട് അല്ലെ, നമുക്ക് കൂടുതൽ സമയമുള്ളത് അവിടെ ആയിരിക്കാം. ജോലി ഉണ്ടെങ്കിൽ നമ്മളുടെ ഓഫീസ്, അല്ലെങ്കിൽ പഠിക്കുവാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ വരുന്നത് ബാക്കി എല്ലാത്തിനെയും കൂടെ നമുക്ക് ജനറൽ ആയിട്ട് പറയാം സൊസൈറ്റി അല്ലെ. നമ്മൾ കടന്നു പോകുന്ന മൂന്നിടങ്ങൾ, നമ്മൾ മാത്രമല്ല, നമ്മളിപ്പോ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്, ആ കുഞ്ഞു കുട്ടികളും കടന്നു പോകുന്നത് 3 കാര്യങ്ങളിലൂടെയാണ്: വീട്, സ്കൂള്, സൊസൈറ്റി. വീട്ടില് നമ്മൾ ശ്രദ്ധിക്കും, സ്കൂളില് ടീച്ചേഴ്സ് ശ്രദ്ധിക്കും. അപ്പൊ നമ്മൾ ടീച്ചറാണെങ്കിലും നമ്മളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കണം. ഇവര് കടന്നു പോകുന്ന 3ാമത്തെ ഇടം, അവിടെയാണ് നമുക്ക് ഇച്ചിരി ടെൻഷൻ വരുന്നത്, സൊസൈറ്റി അല്ലെ. കൊച്ചുകുട്ടികളാകുമ്പോ എപ്പോഴും പാരന്റ്സിന്റെ കൂടെയോ എൽഡേഴ്സിന്റെ കൂടെയോ ഒക്കെ തന്നെയായിരിക്കും. അതേസമയം അവരുടെ അഡോളസൻ ഏജ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ടെൻഷനാണ് ഈ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ സ്കൂളിന്റെ ഗേറ്റ് കടന്ന് ഇവര് കടന്നു ചെല്ലുന്ന ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം സേഫാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അവിടെയും നമ്മുടെ ഒരു ശ്രദ്ധ വേണ്ടതുണ്ട്. ഈ 3 സ്ഥലങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെ. അപ്പൊ ജോലിയുള്ള ഒരു ആളാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും നോക്കണം, ജോലി സ്ഥലത്തെ കാര്യങ്ങളും നോക്കണം. അപ്പൊ ഈ എൻവയോൺമെന്റൽ വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബാലൻസ് ഓഫ് വർക്കാണ്. വർക്ക് സ്ഥലത്തെ, വർക്കിംഗ് പ്ലേസിലെയും വീട്ടിലെയും അവിടുത്തെ വെൽനെസിന്റെ ഒരു ബാലൻസ്, അതാണ് എൻവയോൺമെന്റൽ വെൽനെസ് എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് വർക്ക് ആൻഡ് ഹോം ലൈഫ്, അതായത് പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫിന്റെയും ഒരു ബാലൻസ് ആണ് എൻവയോൺമെന്റൽ വെൽനെസ് എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, കമ്മ്യൂണിറ്റി, സൊസൈറ്റിയുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. നമ്മുടെ സൊസൈറ്റി, അതായത് കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഇതെല്ലാമായിട്ടുള്ള ഒരു ബാലൻസ് ആണ് എൻവയോൺമെന്റൽ വെൽനെസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ വെൽനെസ്. ഇതെന്തായിരിക്കും? സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ ഒരു വെൽനെസ് അല്ലേ. നമുക്ക് നമ്മളുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജോലി, സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത്, എനിക്കൊരു മലയാളം പറയുകയാണെങ്കിൽ സാമ്പത്തിക ഭദ്രത, സാമ്പത്തിക ആരോഗ്യം എന്ന് പറയാൻ പറ്റും. യെസ്, അങ്ങനെയും പറയും. ആവശ്യത്തിന് നമ്മുടെ കാര്യങ്ങൾ നടക്കാനുള്ള ഇതിനുള്ള ഒരു ഫിനാൻഷ്യൽ ഇത് നമുക്കില്ലെങ്കിൽ നമ്മൾ ശരിക്കും വിഷമിച്ചു പോകൂലേ. അതാണ് ഫിനാൻഷ്യൽ വെൽനെസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ബാലൻസ് ആക്കുക എന്ന് പറയുന്നത്. പല സാമ്പത്തിക ലെവലില്, ഫിനാൻഷ്യൽ ലെവലില് ജീവിക്കുന്ന ആളുകളാണ് നമ്മളുടെ സൊസൈറ്റിയിലുള്ളത്. മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്, ലോവർ ഇൻകം, അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആളുകളുടെ സാമ്പത്തിക ഭദ്രത ശരിയാക്കാനും ഈ ലെവൽസ് ഒന്ന് ബാലൻസ് ആക്കാനും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പല പല സ്റ്റെപ്സും എടുക്കാറുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മുടെ നാട്ടിലെ പറയുവാണെങ്കിൽ, നമുക്കറിയാം നമ്മുടെ റേഷൻ കാർഡ് പല കളറിലുണ്ട്. എന്തിനങ്ങനെ പല കളർ? ബിലോ പോവർട്ടി, അതായത് ഓരോ ഇൻകമിനനുസരിച്ചാണ് അതല്ലേ, വരുമാനം അനുസരിച്ചാണ്. അതെ. ഓക്കെ, ഒരു പറഞ്ഞു കഴിയുമ്പോൾ മ്യൂട്ട് ചെയ്തേക്കോ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആവും നമുക്ക്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് അപ്പൊ ചില കാർഡിലുള്ളവർക്ക് കാശ് കൊടുക്കാതെ തന്നെ റേഷൻ കിട്ടും അല്ലെ. ചിലർക്ക് ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി. പിന്നെ അത് മാത്രമല്ല, ആ റേഷൻ കാർഡിന്റെ ഇതനുസരിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെന്റിന് പോകുമ്പോഴേക്കും പലപ്പോഴും ആ ഒരു ട്രീറ്റ്മെന്റിന് വളരെ കുറഞ്ഞ പേയ്മെന്റ് കൊടുത്താൽ മതിയാവും. ഫോർ എക്സാമ്പിൾ MRI സ്കാൻ ചെയ്യുക, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഡെലിവറി അതിന് പോകുന്നപ്പോ അങ്ങനെ അതിനൊക്കെ അനുസരിച്ച് കുറേയൊക്കെ അവർക്ക് ബെനിഫിറ്റ്സ് കിട്ടാറുണ്ട്. നമുക്ക് അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് കിട്ടാറുണ്ട്. അപ്പൊ ഫിനാൻഷ്യൽ വെൽനെസ് അത് ബാലൻസ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് പല പബ്ലിക് പോളിസീസും പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബട്ട് എന്നാലും പലപ്പോഴും ഇൻഡിവിജ്വൽസിന്റെ വെൽനെസ്സിനെ ബാധിക്കുന്നു. പോപ്പുലേഷൻ ഇങ്ങനെ കൂടി വരുവാണ്, ജോലിയില്ലാത്തതിന്റെ പ്രശ്നവും ഒക്കെ വരുമ്പോഴേക്കും സാമ്പത്തികമായിട്ട് ആളുകൾ ബുദ്ധിമുട്ടാറുണ്ട്. ഓക്കെ, ഫിനാൻഷ്യലി ഹെൽത്തി, ഹാപ്പി ആൻഡ് വറി ഫ്രീ സ്റ്റേറ്റിലായിരിക്കണം. പെട്ടെന്നൊരു അസുഖം വരുമ്പോഴേക്കും നമുക്ക്
നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റിന് ഓക്കെ എന്ന് പറയാം. അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് അതുകൊണ്ടാണല്ലോ, അസുഖങ്ങൾ വരുമ്പോഴേക്കും ആ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും ശരിയായ രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫിനാൻഷ്യലി നമ്മൾ ഹെൽത്തി, ഹാപ്പി ആൻഡ് വറി ഫ്രീ സ്റ്റേറ്റിൽ ആയിരിക്കുക, അതാണ് ഫിനാൻഷ്യൽ വെൽനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കൾച്ചറൽ വെൽനെസ്. ഇത് വെൽനെസിന്റെ ഒരു എന്താ പറയാ, പല ഏരിയയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ ഒരു ബാച്ചിലർ ഒരു കുട്ടി ഇങ്ങനെ പറയണ്ടായി, അതൊരു നമ്മളുടെ കേരളത്തിൽ തന്നെ പല കൾച്ചറുള്ള, പല നാട്ടിലും പല കൾച്ചർ ആയിരിക്കും അല്ലെ. ഇപ്പൊ നോർത്ത് സൈഡിലുള്ള പോലെ ആവില്ല സൗത്ത് സൈഡില്, അങ്ങനെ പല വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പം നമ്മുടെ ഒരു ബാച്ചിലർ ഒരു ട്രെയിനി പറഞ്ഞതാ, അത് കല്യാണം കഴിച്ച് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ഫുഡ് ഹാബിറ്റ്സ്, ഫുഡ് കൾച്ചർ എന്ന് തന്നെ പറഞ്ഞു, അത് വേറൊരു രീതിയാണ്, അതിനൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഭക്ഷണം കഴിക്കാതെ ഇരുന്നിരുന്നതിന് അസുഖങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ ചോദിച്ചു കുക്ക് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ കുക്ക് ചെയ്യാൻ അറിയാം, ഇടയ്ക്കൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് നോക്ക്, അപ്പം ആളുടെ ഒരു ടേസ്റ്റിലുള്ള ഫുഡും അവർക്ക് ടേസ്റ്റ് ചെയ്യാലോ, ആൾക്കും കഴിക്കുകയും ചെയ്യാം. പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി, ഇങ്ങനെ ഒരു ഭക്ഷണത്തിന്റെ ആ ഒരു ഫുഡ് കൾച്ചർ മാറിയപ്പോ. ഹസ്ബൻഡിന്റെ വീട്ടില് ഫുൾ എണ്ണയിൽ ഇങ്ങനെ കുളിപ്പിച്ചാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരു ഡിഷ് അവരുണ്ടാക്കും, 1-2 ഡിഷ് അവരുണ്ടാക്കുമ്പോ ഒരു ഡിഷ് അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ, അപ്പൊ അത് കൂട്ടിയാണെങ്കിലും കഴിക്കാലോ, അതിന് നമുക്ക് സൊല്യൂഷൻസ് ഇല്ലാത്ത പ്രശ്നങ്ങൾ ചുരുക്കമല്ലേ, അപ്പം അത് അങ്ങനെ സോൾവ് ചെയ്യാനൊക്കെ അതിനോട് അന്നിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ മാരേജ് കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയപ്പം നമുക്കിങ്ങനെ ഈ ഞങ്ങളുടെ വീട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് ഈ ഓണം വിഷു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇലയിലിങ്ങനെ ഫുൾ എല്ലാ കറികളൊക്കെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ ആയിട്ടൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കഴിക്കുന്നത്. വിളക്കിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെയായിരുന്നു കഴിച്ചോണ്ടിരുന്നത്. അങ്ങനെ വേണോന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, ചെറുപ്പം തുടങ്ങി ഞാൻ കണ്ടൊരു കാര്യം അങ്ങനെയാണ്. പക്ഷെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ചെന്നപ്പോൾ വളരെ വ്യത്യസ്തമായിരുന്നു പറഞ്ഞു കഴിഞ്ഞാല്, ഒരു വിഷു ഒന്നും അങ്ങനെ ആഘോഷിക്കുകയില്ലായിരുന്നു. പിന്നെ വിളക്കിലിങ്ങനെ വെക്കണ ഒരു ഇത് ഉണ്ടായില്ലായിരുന്നു. പിന്നെ ഓണത്തിനൊക്കെ ഇങ്ങനെ പച്ചക്കറി അല്ല ഒരു പ്രിഫർ ചെയ്തിരുന്നത്. അവിടെ എല്ലാ ഹിന്ദു ഇതിൽപ്പെട്ട എല്ലാവരും തന്നെ വലിയ മീനിനെ വാങ്ങുന്ന ദിവസമാണ് ഈ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ അത് അവിടുത്തെ രീതി. ഞാൻ ആ സമയത്ത് അത് ഫോളോ ചെയ്തു. പക്ഷെ അമ്മയ്ക്ക് മനസ്സിലായി ഈ സംഭവം, ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക്. അമ്മ നെക്സ്റ്റ് ഓണം തുടങ്ങിയിട്ട് അറിയില്ലായിരുന്നു. ആദ്യത്തെ ഓണത്തിന് ഇങ്ങനെ ഫുൾ മീനും അങ്ങനെയൊക്കെ ആയിരുന്നു. നെക്സ്റ്റ് ഓണം ആയപ്പോഴേക്കും അമ്മ പറഞ്ഞു, നമുക്ക് സദ്യ വെക്കാന്ന് പറഞ്ഞു, നമുക്ക് വെജിറ്റേറിയൻ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരോടും ആയിട്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പിന്നത്തെ ഓണം മുഴുവനും ഞങ്ങൾക്ക് വെജ് ആയിരുന്നു. ഞാൻ പക്ഷെ ഡിമാൻഡ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, അവിടെ എന്താണോ അതിൽ ഞാൻ അങ്ങ് അഡ്ജസ്റ്റഡ് ആവാനായിട്ട് ട്രൈ ചെയ്തു. അല്ലാണ്ട് ഭയങ്കര ശ്രമിക്കലൊന്നും ആയിരുന്നില്ല, ട്രൈ ചെയ്തു. പക്ഷെ നെക്സ്റ്റ് ഓണം ഓൺവേർഡ്സ് അമ്മ ഇങ്ങനെ സജസ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്കൊരു ആശ്വാസം ഫീൽ ചെയ്തു. പിന്നെ വിഷുവിന് കണിയൊന്നും വെക്കില്ലായിരുന്നു. അപ്പോ എനിക്ക് അതൊക്കെ ഇഷ്ടമാണെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞിട്ടുമില്ല കേട്ടോ, അത് മനസ്സിലാക്കി ആ അമ്മ അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അമ്മ നമുക്ക് പോയി ഉരുളി വാങ്ങാന്ന് പറഞ്ഞ് എന്നെയും കൊണ്ടുപോയി ഉരുളി വാങ്ങിച്ച് ഞങ്ങള് ആ പ്രാവശ്യം തുടങ്ങിയിട്ട് കണി വെച്ചപ്പോ ഹസ്ബൻഡ് പറയുമായിരുന്നു, അവരുടെ നാട്ടില് വിഷു കണ്ടുപിടിച്ചാൽ ഞാനാന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. അങ്ങനെ ആളുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലും അവരും ഇതുപോലെ പിന്നെ വിഷുവിന് കണി വെച്ചു തുടങ്ങി. മറ്റേത് വിഷു അവരങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അഡാപ്റ്റഡ് ആകുന്നുണ്ട് ആൾക്കാര്, ഓരോ സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റഡ് ആകുന്നു. പക്ഷെ എനിക്കതൊരു നിർബന്ധമായിട്ട് പറഞ്ഞില്ല. പക്ഷെ ഉള്ളിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം. പക്ഷെ ഞാൻ അത് പ്രകടിപ്പിച്ചില്ല. പക്ഷെ അത് മനസ്സിലാക്കി അവര് ചെയ്തതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അതായിരുന്നു ആ ഒരു ഇത്. കൾച്ചറൽ വെൽനെസ് അതൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ 13ാമത്തെ ബാച്ച്, നിങ്ങൾ 14 ആണല്ലോ, 13 ബാച്ചില് മണിപ്പൂരിൽ നിന്ന് 3 കുട്ടികളുണ്ട് കേട്ടോ. ഈ മണിപ്പൂരിൽ നിന്നുള്ള 3 കുട്ടികളില് ഒരു കുട്ടി ഇവിടെ കേരളത്തിൽ തന്നെയാണ്, മാള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്കൂളില്, ഹോളിഡേ സ്കൂളില് അത് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ അതിന് സർട്ടിഫിക്കറ്റ് ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, ചെറിയ KG സെഷനിലെ ടീച്ചറാണ്, അതിന് വേണ്ടിയിട്ടാണ് ആ കുട്ടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തത്. അതിന്റെ ഒരു ഫ്രണ്ട് അത് ബാംഗ്ലൂർ ഒരു സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്, അതിനും ഇത് തന്നെയായിരിക്കാം, അതും ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു ഫ്രണ്ട് ഡൽഹിയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. പിന്നെ അവരുടെ കൂടെ മാളയിലെ സ്കൂളിലൊരു ടീച്ചർ മലയാളിയാണ്,
ടീച്ചറും ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 പേർ ഉണ്ട്. ഇംഗ്ലീഷിൽ തന്നെ ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് മാത്രമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് കൊടുക്കാറുണ്ട്. 4 പേരല്ലേ ഉള്ളൂ, നമുക്ക് എല്ലാ ദിവസവും പോസിബിൾ അല്ല. പക്ഷെ ആ ബാച്ചിലെ കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിവസം മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ഉണ്ടല്ലോ, ആ ലാസ്റ്റ് ക്ലാസ്സിലെ 20 മിനിറ്റ്സ് അന്നത്തെ ക്ലാസ് എന്താണോ അത് ഇംഗ്ലീഷിൽ ബ്രീഫ് ചെയ്യും. എന്നിട്ട് ആ 20 മിനിറ്റ്സ് വീഡിയോ മാത്രം നമ്മുടെ ടെക്നിക്കൽ ടീമിൽ നിന്ന് അവർ എഡിറ്റ് ചെയ്ത് ആ വീഡിയോ മാത്രം അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയായിരുന്നു ആ ക്ലാസ് പോകുന്നത്. ഈ കുഴപ്പമില്ലാണ്ട് പോകും. അപ്പൊ ഈ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ മാളിയിലുള്ള, അതായത് കേരളത്തിലുള്ള കുട്ടി, അപ്പം ഫുഡ് ഹാബിറ്റ്സിന്റെ കാര്യം ചോദിച്ചപ്പോ ഈ കൾച്ചറൽ വെൽനെസ് വന്നപ്പോ ഞാൻ ചോദിച്ചു. അപ്പൊ അത് ഫുഡ് അവർക്ക് ഒട്ടും അങ്ങോട്ട് പറ്റണില്ല, ആ ഒരു ഫുഡ് ഹാബിറ്റ്സ്. മറ്റേ ബാംഗ്ലൂരിലുള്ള കുട്ടിക്കും സെയിം തന്നെ, ആ ഒരു ഫുഡ് ഹാബിറ്റ്സ് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ വരുക. ബാക്കിയെല്ലാം കൊണ്ട് അവർ ഹാപ്പിയാണ്. പക്ഷെ ഭക്ഷണം അതൊരു പ്രശ്നം തന്നെയാണല്ലേ. അപ്പൊ അതിങ്ങനെ ആ കുട്ടികൾ പറയണ്ടായിരുന്നു. ഇപ്പൊ കൾച്ചറൽ വെൽനെസ്സിൽ ഇത് പലതും വരും. പിന്നെ ഫോളോ ചെയ്യുന്ന കൾച്ചർ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ആ ഒരു ചിലപ്പോ ഭയങ്കരമായിട്ട് റിലീജിയസ് ബിലീഫ് ഒക്കെ ഉള്ള ഒരാളായിരിക്കും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോ അവിടെ അങ്ങനത്തെ ഇതൊന്നും ഇല്ലാന്ന് കാണുമ്പോൾ അതും ചിലപ്പോ ഒത്തിരി പ്രശ്നമായിരിക്കും. അതൊക്കെയാണ് കൾച്ചറൽ വെൽനെസ്. പിന്നെ നമ്മൾ വേറൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു കൾച്ചർ, ഫുഡ് കൾച്ചർ, അവിടുത്തെ ഡ്രസ്സിങ്, അതൊക്കെ നമുക്കും ചിലപ്പോ ഒന്ന് അഡ്ജസ്റ്റഡ് ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കാറില്ലേ. പിന്നെ ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്. ഓരോ ഇൻഡിവിജ്വൽസിന്റെയും നീഡ്സ് ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്. പിന്നെ അതെല്ലാം നമുക്ക് എന്താണോ നമ്മളെ ഹാപ്പി ആക്കുന്നത്, അത് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത എന്താണോ നമ്മളെ ഹാപ്പി ആക്കുന്നത്, അതാണ് കൾച്ചറൽ വെൽനെസ്സുമായിട്ട് കണക്റ്റഡ് ആവുന്നത്. ഇപ്പൊ ഡ്രസ്സിങ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് ഞാൻ ധരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എനിക്ക് വേണം, കഴിക്കണം, അതെല്ലാം കൾച്ചറൽ വെൽനെസ്സിൽ വരും. അപ്പൊ അത് മറ്റുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്താണെങ്കിൽ ഏറ്റവും നല്ലത്. അതേസമയം അവനവന്റെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കുക എന്നുള്ളതല്ല കൾച്ചറൽ വെൽനെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് ക്ലൈമറ്റ് വെൽനെസ്. ഇതിൽ പല രീതിയിലുള്ള റിസർച്ച് നടക്കുക കേട്ടോ ഈ ക്ലൈമറ്റ് വെൽനെസ്സിൽ. നമുക്കറിയാമേ, ഭയങ്കര ചൂടാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് റൂമിൽ ഇരുന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുക, എന്റെ ഫാൻ പെട്ടെന്ന് നിന്നുപോയി, ഭയങ്കര ചൂടാണ്. എനിക്ക് മാക്സിമം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണം എന്നായിരിക്കും ഉള്ളിൽ ആഗ്രഹം. പക്ഷെ ഈ ചൂട് കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല, ആ ഒരു മാക്സിമം ഔട്ട്പുട്ട് എന്നിൽ നിന്ന് വരുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ക്ലാസ് നിർത്തി എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി എന്ന് ഉള്ള ഫീൽ ആയി പോകൂലെ. അപ്പൊ ക്ലൈമറ്റ് നമ്മളുടെ ലൈഫിനെ വല്ലാതെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം നല്ല മഴ പെയ്യുന്നു, രസമാണ് മഴയൊക്കെ. പക്ഷെ നമുക്കൊരു അത്യാവശ്യം, നമ്മളൊരു മാരേജ് ഫംഗ്ഷന് പോവുക, സിൽക്ക് സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെയൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് നിൽക്കുമ്പോഴായിരിക്കും മഴ വരുന്നത്. നമുക്ക് ആകെ ബുദ്ധിമുട്ടാവും. ഈ മഴയൊക്കെ എങ്ങനെ പോകും, ആ ഒരു ഫീല് വരും അല്ലെ. പെട്ടെന്ന് കുറെ എടുത്തിട്ടില്ല, മഴ പെയ്തും ഫുൾ നനഞ്ഞു, നമ്മളാകെ ഫ്രസ്ട്രേറ്റഡ് ആവും. ഓക്കെ, സമയത്തൊരിടത്ത് എത്താനും പറ്റിയില്ല, അതും കൂടി ആകുമ്പോഴേക്കും തീരുമാനമാവും അല്ലെ. ക്ലൈമറ്റ് ശരിക്കും ഇൻഡിവിജ്വൽസിന്റെ വെൽനെസ്സിനെ ബാധിക്കുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ വലിയ പ്രശ്നമില്ല. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 2-3 ദിവസം സൂര്യനില്ല, പകല് മുഴുവൻ ഇരുട്ട് തന്നെ, എന്തായിരിക്കും അവസ്ഥ അല്ലേ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, മഴ പെയ്ത് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നു, ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ ക്ലൈമറ്റ് നമ്മുടെ വെൽനെസ്സിനെ വളരെയധികം ബാധിക്കുന്നു. ഹംഗറി എന്ന് പറഞ്ഞ സ്ഥലമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അവിടെ ഇങ്ങനെ സൺ വളരെ കുറവായിരിക്കും. സൺ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒട്ടും ലൈറ്റ് ഉണ്ടാവില്ല, പകലും ഇങ്ങനെ ഇരുണ്ട് മൂടിയ, നമുക്ക് ഓവർകാസ്റ്റ് കണ്ടീഷൻ ഇടയ്ക്കൊക്കെ ഇഷ്ടമാവും. കുറച്ചും കൂടി വീട്ടിൽ കിടക്കാനാണെങ്കിൽ ഇരുണ്ട് മൂടി പകല് കിടക്കുന്നത് ഭയങ്കര രസമായിരിക്കും. പക്ഷെ അത് കുറെ ദിവസം കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് വരും. ഈ ഹംഗറി ആ സ്ഥലത്ത് ആണെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. സൂര്യൻ വളരെ കുറവാണ്, അപ്പൊ പകലൊക്കെ ഇങ്ങനെ ഇരുട്ടാം. ആളുകളൊക്കെ വളരെ വെൽത്തി ആയിട്ടുള്ള ആളുകളാണ്, റിച്ച് ആണ്, ഫിനാൻഷ്യലി ഒന്നും ഇഷ്യൂ ഇല്ല. പക്ഷെ അവിടെ സൂയിസൈഡ് റേറ്റ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആളുകൾ ഡിപ്രഷനിലേക്ക് പോകുന്നു. ഇരുണ്ട് സൺലൈറ്റ് ഒന്നും കാണാതെ വരുമ്പോൾ എപ്പോഴും അവർക്കൊരുമാതിരി ഒരു ഡിപ്രസീവ് മൂഡായിരിക്കും എന്ന് പറയാം. അങ്ങനെ സ്റ്റഡീസ് പറയണത് അവിടെ സൂയിസൈഡ് റേറ്റ് വളരെ കൂടുതലാണ്, ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നു ഇങ്ങനെ ഒരു ഡിപ്രഷൻ വരുമ്പോഴേക്കും. അപ്പൊ ക്ലൈമറ്റ് വെൽനെസ് ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ഷെയർ ചെയ്യാനായിട്ട് കൊടുത്തേക്കാം. അപ്പൊ നോക്കി വായിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം വളരെ സിമ്പിൾ ആയിട്ട് എഴുതി വെക്കുക.
സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുക. അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോരോ ടോപ്പിക്കിനും നമ്മളിങ്ങനെ കൂടുതൽ കൂടുതൽ ഡേറ്റാസ് കളക്ട് ചെയ്ത് എഴുതി വെക്കുന്നു. നിങ്ങൾക്ക് തന്നെ നല്ലൊരു സോഴ്സ് ആയിരിക്കും അത്. അല്ലാതെ നമ്മളൊരു നോട്ട്സ് തരിക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്നതിനേക്കാളും നമ്മളൊരു കാര്യം വായിച്ചിട്ട് നമുക്ക് എന്താണോ മനസ്സിലാകുന്നത് ആ മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വെക്കുന്നു, നിങ്ങളത് മറക്കില്ല. അതാ പറയുന്നത്. PDF നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒരു റെഫറൻസ് ആണ്. അതിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചും കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആയല്ലോ? നമ്മൾ ഏതൊക്കെ വെൽനസ്സാ പറഞ്ഞേ? ഏതൊക്കെ വെൽനസ് അറിയാമോ? ഞാൻ പറയട്ടെ? പറയൂ. ഫിസിക്കൽ വെൽനസ്, ഇമോഷണൽ വെൽനസ്, സോഷ്യൽ വെൽനസ്, social acceptance, social contribution, intellectual wellness, spiritual wellness, occupational wellness, environmental wellness, financial wellness, cultural wellness, and climate wellness. വെരി ഗുഡ്. ഓക്കെ, ഇത് ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഷെയർ ചെയ്തേക്കാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം നിന്ന് സിമ്പിൾ ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കണത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് ചോദിച്ച് അങ്ങനെ കഷ്ടപ്പെടുത്തലൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളുടെ മുന്നിൽ ഒരു വ്യക്തി വന്ന് നിന്ന് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം അയാൾ എന്തുകൊണ്ടാണ്. മേ ബി അയാള് ഫിനാൻഷ്യലി വിഷമിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നല്ല ചൂടത്ത് കയറി വന്നതായിരിക്കാം, അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു അയാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കാം. അയാളുടെ ഇമോഷൻസിനെ അത് അയാൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അതെല്ലാം നമ്മൾക്കും ഉണ്ടാവും. ഈ സെയിം സിറ്റുവേഷനിലൂടെ നമ്മളും കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മളുടെ സെൽഫിനെ മനസ്സിലാക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വെൽനസിന്റെ ടോപ്പിക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ. ടെക്സ്റ്റിൽ ഇല്ലല്ലോ, എന്തിനാ ഇത് നമ്മൾ അറിയണേ? നമ്മൾ പഠിക്കുകയല്ല, സബ്ജക്ട് സ്റ്റഡിയും അല്ല, നമ്മൾ അറിയുവാണ്. ഓരോന്നും അറിഞ്ഞ് മനസ്സിലാക്കി ഷെയർ ചെയ്ത് പോകുന്നതാണ് നമ്മുടെ മെത്തേഡ്. ഓക്കെ, മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് അതാണ്. നമ്മളൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എല്ലാം നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഇത് ഉണ്ടാവും. അല്ലാതെ മറന്നുപോകലൊന്നുമില്ല. 10ാം ക്ലാസ്സിലെ പരീക്ഷ ഇപ്പൊ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നല്ല മാർക്ക് 95, 99% ഒക്കെ കിട്ടിയിട്ടുണ്ടാവും പലർക്കും. അതേ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുമോ? അതിങ്ങനെ പറ്റുമോ? ഇങ്ങനെ വരുന്നു ഡൗൺ ആയിട്ട് താമസം. കാരണം നമ്മളവിടെ സബ്ജക്ട് സ്റ്റഡിങ് ആയിരുന്നു. ഞാൻ ഉൾപ്പെടെ, ഞാനും ഇത് തന്നെയായിരുന്നു, സബ്ജക്ട് സ്റ്റഡിങ് ആയിരുന്നു. ഞാൻ ജയിക്കുമോന്ന് തന്നെ എനിക്ക് സംശയമില്ല. ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നു കഴിഞ്ഞാല് നമ്മളവിടെ എന്തോ പഠിച്ച് കാണാതെ കുറെ പഠിക്കുന്നു, അങ്ങനെ പഠിച്ച് പരീക്ഷ എഴുതുന്നു. അതേസമയം നമ്മുടെ ഈ മെത്തേഡിലൂടെ നമ്മൾ പോകുമ്പോൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, പരസ്പരം ഷെയർ ചെയ്യുന്നു പലതും, നമ്മളുടെ പല എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തു. അങ്ങനെ നമ്മളൊരു ലേണിംഗ് എക്സ്പീരിയൻസിലൂടെയാണ് പോകുന്നതെങ്കിൽ, ആ ഒരു ലേണിംഗ് എൻവയോൺമെന്റ് ആണെങ്കിൽ നമ്മളൊന്നും മറക്കില്ല. അത് നമ്മുടെ ലൈഫിൽ നമുക്ക് പലയിടത്തും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്യണം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതാണ്, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. അതുകൊണ്ടാണ് അതിന്റെ റിസൾട്ട്. നമ്മളെ തിരിച്ചറിയണം, അതാണ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? യെസ് പ്ലീസ്. Yes, ma'am. Can I? യെസ്, നിഷ്മ എന്നാണോ പേര്? അതെ. നിഷിമ എന്ന് കേട്ടിട്ടുണ്ട്. Good afternoon, all. Today I speak about something that shows who we are. Self-respect. Self-respect means valuing yourself, trusting your belief, keep your dignity. It's not ego or pride. It's knowing your growth and being able to say, don't treat me less than I deserve. When you respect yourself, you set boundaries. You say no when something feels wrong. You stop pleasing everyone. You start living for yourself. People treat you the way you allow them. So walk with confidence, head high without arrogance. Respecting yourself means walking always from what hurt you, choosing peace, choosing growth, choosing happiness. Never lost your self-respect for someone who don't care about your feelings and emotions. Thank you.
ഓക്കെ, നല്ല പവർഫുൾ, എന്താ പറയാ, നമ്മൾക്കൊക്കെ ഒരു കോൺഫിഡൻസും തലയുയർത്തി പിടിക്കാനുള്ള ഒരു ഇത് കിട്ടിയ, ഒരു എനർജി കിട്ടിയ പോലെ. ഓക്കെ നിഷ്മ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബൈ. താങ്ക് യു മാം. Thank you, ma'am. 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 Okay, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. മാം ബുക്ക് എപ്പോ കിട്ടും? കിട്ടിയിട്ടില്ല, ഞാനൊന്ന് ചോദിക്കട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ 4-ാം തീയതിയാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.